അങ്ങനെ ദാറുന്നജാത്ത് സ്കൂളിലെ നിയമന ക്രമക്കേട്, കുറ്റാരോപിതർക്ക് സർക്കാരിന്റെ ക്ലീൻ ചീറ്റ്. വാർത്ത ഇന്നലെ വന്നതാ. ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വീഡിയോയാണിത്. ഇന്നിപ്പോ വെള്ളിയാഴ്ച ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിലാണ് ആ വിഷയത്തിന്റെ പല വിശദീകരണങ്ങളും തർക്കങ്ങളും ഒക്കെ നടന്നത്. ദാറുന്നജാത്തുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ഏക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ആയിരുന്നു. ഹുസ്സനെ കെട്ടിയിറക്കിയ സുഹാബികളുടെ ആ കളിയും പൊളിഞ്ഞിരിക്കുന്നു. ഹുസ്സൻ്റെ നുണബോംബ് തൂറ്റിപ്പോയിരിക്കുന്നു ഒരിക്കൽ കൂടെ. കാരണം എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്ന വ്യക്തികളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരെ കൊടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നുമില്ല എന്നുള്ള സർക്കാരിൻ്റെ കണ്ടെത്തൽ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ആരോപണം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ, ഒന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും, രണ്ട് ഉമ്മർ എന്ന മുൻ MLA-യുമാണ്. കാരണം അവരുടേതാണ് സ്ഥാപനം, അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അവരാണ്. അപ്പോൾ ആ നിലക്ക് ഈ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ രണ്ട് വ്യക്തികളാണ് ഏറ്റെടുക്കേണ്ടത്. സത്യത്തിൽ ഇവരാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ഹമീദ് ഫൈസി ഈ വിഷയത്തിൽ. കാരണം ഹമീദ് ഫൈസിൻ്റെ മകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് തന്നെ കളവാണ്. എന്നിട്ട് ഹമീദ് ഫൈസിനെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സുഹാബികൾ ഇങ്ങനെ നിരങ്ങി പണിയെടുക്കുമ്പോൾ ഇതിൻ്റെ ശരിക്ക് അമ്പുകൾ പോകുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളിലേക്കും ഉമ്മർ MLA-യിലേക്കുമാണ് എന്നുള്ള വിഷയം ശ്രോതാക്കളിൽ പലരും അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇതിൻ്റെ വസ്തുതകൾ, ഈ ഹുസ്സൻ്റെ കളികൾ, ഇവൻ്റെ മൊഹാലിസത്തിൻ്റെ പകവീട്ടലുകൾ, അതൊക്കെ ഓരോന്നായിട്ട് തൂറ്റിപ്പോവുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ യാസർ തന്നെ വിശദീകരിക്കട്ടെ. ഒന്നുകൊണ്ടുമല്ല, രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് നിന്നുകൊണ്ടല്ല. പക്ഷെ ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് സമൂഹത്തെ അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. പിന്നെ ചില ആളുകൾക്ക് ഇതിൽ ചില താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ചെറിയ ബോധവും അതിലുണ്ടായിരുന്നു. എന്താ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൻ്റെ പിന്നിൽ ചില ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതായത് ഈ വാഫി വിഷയം ഇപ്പോൾ ഇത്ര പ്രശ്നമായപ്പോൾ അതിൽ പ്രധാനമായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരാളാണ് ഹമീദ് ഫൈസി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹമീദ് ഫൈസിനെ ഇല്ലാതാക്കുക, എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ശ്രമവുമായിട്ട് അവരൊരു വശത്തുണ്ട്. നമുക്കറിയാം, ഏത് കാലത്തും സത്യങ്ങൾ തുറന്നു പറയുന്ന ആളുകൾക്കെതിരെ ശത്രുപക്ഷത്തു നിന്ന് അറ്റാക്ക് ഉണ്ടാവും. അതിലെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഹമീദ് ഫൈസി. ആലുവ ത്വരീഖത്തിനെ എതിർക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് അദ്ദേഹമായതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആലുവക്കാർ ശക്തമായ ആക്രമം. NDF-കാരുടെ ഏറ്റവും വലിയ ശത്രു ഹമീദ് ഫൈസിയാണ്. അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും, ഏത് വിഷയത്തിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സമസ്തക്കെതിരെ വരുന്ന എല്ലാ ശക്തികളുടെയും ഏറ്റവും വലിയ ശത്രു ഹമീദ് ഫൈസിയായി മാറുന്നത് സമസ്തയുടെ നിലപാട് ആരുടെ മുമ്പിലും സധൈര്യം വിളിച്ചു പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വാഫികൾക്കുള്ള പക ഈ ഹുസൈനെ വെച്ചുകൊണ്ട്, ഹുസൈൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച ഈ കൂട്ടർ കണ്ടമാനം പൈസ ഇയാൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി, കളവുകൾ കൂട്ടി പറഞ്ഞ് ഹമീദ് ഫൈസി ഒന്ന് അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ എത്രയോ സംഖ്യ ഇയാൾക്ക് വാഫികളുടെ വക വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഉള്ളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസ്. അത് എത്രമാത്രം കൃത്യമാണ് എന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടി കഴിയണം. ഇൻഷാല്ലാഹ് അതൊക്കെ പുറത്തു വരും. അപ്പോൾ ഇതാണ് ചില ആളുകൾക്ക് ഇതിൻ്റെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്. ഈ ഹുസൈനാർക്കുണ്ട് ചില പകകൾ. കാരണം അദ്ദേഹത്തെ ആ സ്ഥാപനത്തിൽ നിന്ന്, നജാത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇയാൾക്ക് ഒന്നാമതായിട്ടുള്ള പക KT മാനു മുസ്ലിയാരോടാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഹമീദ് ഫൈസിയോടാണ്. സ്വാഭാവികമാണല്ലോ, സ്ഥാപനത്തിൻ്റെ മേധാവികളാകുമ്പോൾ സത്യം തുറന്നു പറയുകയും സത്യസന്ധമായി ഇടപെടുകയും ചെയ്യുമ്പോൾ പുറത്താക്കപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പകയുണ്ടാകും. ഓക്കെ, ബാക്കി യാസർ പറയട്ടെ. ഇപ്പോൾ ഏതായാലും വാർത്ത വന്നിരിക്കുന്നു, കുറ്റാരോപിതർക്ക് സർക്കാരിന്റെ ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നു. ഈ പരാതിയിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്ന് 3 അംഗ
കമ്മീഷൻ കൃത്യമായി അതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും, റിപ്പോർട്ട് സമർപ്പിക്കും. ഈ വിഷയം എന്തായിരുന്നു? സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ മകളും ബന്ധുവും നിയമന രേഖ ഉണ്ടാക്കിയിട്ട് അവിടെ ജോലി നേടിയെന്നുള്ള അങ്ങനെയുള്ള ഒരു കാര്യം മാത്രമല്ല, അവിടെ ജോലി ചെയ്യാതെ ശമ്പളം കൈപ്പറ്റി എന്നുള്ള ആരോപണങ്ങളും അതിനാണ് അന്വേഷണം വന്നത്. അങ്ങനെ അതിലുള്ള പണം, അത്രയും കാലാവധിയിൽ വാങ്ങിയ പണം തിരിച്ചടക്കണം എന്ന് പറഞ്ഞ് ഏകദേശം 1 കോടി രൂപയോളം തിരിച്ചടക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ക്രമക്കേടുകളെ കുറിച്ചാണ് വാർത്തകളിലൂടെ വന്നത്. പക്ഷെ ഈ പരാതിക്കാരനായ ഹുസൈനാർ, അദ്ദേഹത്തിന് ചില താല്പര്യങ്ങളുണ്ട് എന്ന് പ്രാദേശികമായി നമുക്ക് ബോധ്യപ്പെടാം. ഞാൻ ഈ ഹുസൈനാർ ആളുമല്ല, ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് പ്രത്യേകമായ താല്പര്യമുള്ള ആളുമല്ല. എന്നിരുന്നാലും ദാറുൻ നജാത്ത് സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ക്രമക്കേടിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, കാരണം മലയോര മേഖലയിൽ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാവുമ്പോൾ ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പ്രാദേശികമായി അന്വേഷിച്ചപ്പോഴാണ് ഇതിൽ ചില താല്പര്യങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നത്. അത് ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞു. അത് പറഞ്ഞതിന്റെ പിന്നാലെ ഈ ഹുസൈനാർ എന്നെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഒരു കാര്യവുമില്ലാതെ അദ്ദേഹം ഒരു കേവലം യൂട്യൂബറായി നിന്ന് എന്തും പറയാമെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ഒരു ഏകപക്ഷീയമായ ഒരു ആക്രമണത്തിന് അദ്ദേഹം മുതിരുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെ കുറിച്ച് പിന്നീട് തുറന്ന് കാണിക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാർ, ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകനായ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ഈ ഹുസൈനാർ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ, കൈപ്പടയിൽ എഴുതിയ ആ KT മാനു മുസ്ലിയാരെ കുറിച്ചൊക്കെ വളരെ എന്താ പറയാ ക്രമക്കേടുകളുള്ള ആളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എഴുതിയ അത്തരം ഡയറികൾ പോലും അതിന്റെ സാഹചര്യത്തിൽ എനിക്ക് വായിക്കാൻ സാധിച്ചു, അതിനിടയായി. വളരെ ഖേദകരമാണ് ആ സംഭവമൊക്കെ. അങ്ങനെ ഹുസൈനാരുടെ ആരോപണത്തിന് എതിരെ ദാറുൻ നജാത്തിന്റെ അധികൃതർ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു. നിങ്ങൾക്കറിയാം, കൃത്യമായി അതിനെ അദ്ദുമാൻ ഹാജി എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം വളരെ വ്യക്തമായി അവരുടെ ഭാഗം അവതരിപ്പിച്ചു. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില സംഭവങ്ങളല്ലാതെ മറ്റൊന്നും ഇതിലില്ല എന്ന് അത് കേട്ട് ബോധ്യപ്പെടുന്ന ഏതൊരാൾ വ്യക്തമാകുന്ന ഒരു കാര്യം, അത്ര മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അങ്ങനെ കത്ത് നൽകിയ സാഹചര്യത്തിൽ ഈ പറയുന്ന ഹുസൈനാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇത് മന്ദഗതിയിലാണ്, ഇതിന് തീർപ്പുണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ആ ഹൈക്കോടതിയെ സമീപിച്ച് പിന്നീട് 3 അംഗ കമ്മീഷന് വെക്കും. പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ RS ഷിബുവിന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ട്, വീണ്ടും പുനരന്വേഷണ റിപ്പോർട്ട് വരുന്നതിലാണ് ഈ പരാതിയിൽ യാതൊരുവിധ കഴമ്പില്ല എന്നും ചില കാര്യങ്ങൾ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച കേവലം ചില കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളതും കൃത്യമായി ബോധ്യപ്പെടുക. അവിടെ പഠിപ്പിച്ച അധ്യാപകരെ മുഴുവനും ഹിയറിങ്ങിന് ഹാജരാക്കിയിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ തന്നെ അതിനെ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വരുന്നത്. ഇതാണ് ശരിക്ക് ദാറുൻ നജാത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ദാറുൻ നജാത്തിൽ KT മാനു മുസ്ലിയാരുടെ ഒപ്പം നിന്നിരുന്ന ഹുസൈനാരുടെ ചില പ്രവർത്തികൾ അദ്ദേഹത്തിന്റെ, അതായത് KT മാനു മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം ആളുകൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി എങ്ങനെയെങ്കിലും ദാറുൻ നജാത്തിന്റെ ആധിപത്യം തന്നിൽ എത്തണം എന്നുള്ള ആ ഒരു ചെറിയ മനോഭാവം ഉണ്ടല്ലോ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, സ്വാഭാവികമാണ്. ആ മനോഭാവത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രമല്ല, ഈ സ്ഥലത്തിന് നേരത്തെ അദ്ദുമാൻ ഹാജി ഇവിടെ വന്ന് പറഞ്ഞതുപോലെ ഇവിടെ സ്ഥലമില്ല, 10 ഏക്കർ തികച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പല പരാതികളും കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനത്തിന്റെ എന്താ പറയാ വർഷാവർഷം പുതുക്കേണ്ട കാര്യങ്ങൾ പോലും പുതുക്കി കിട്ടാത്തൊരവസ്ഥയിലേക്ക് ദാറുൻ നജാത്തിന്റെ പ്രവർത്തനങ്ങളെ പോലും അത് ബാധിച്ചിട്ടുണ്ട് എന്ന് അവിടുത്തെ അധികൃതർ വന്ന് നമ്മളോട് കൃത്യമായി അതിനെ വെളിപ്പെടുത്തിയതുമാണ്. ഏതായാലും ഇപ്പോൾ സർക്കാരിന്റെ ശുപാർശയിൽ ഇങ്ങനെ തന്നെ കാണുന്നു. ഞാൻ ഈ വിഷയത്തിൽ കണ്ട കാര്യങ്ങളെ, അറിഞ്ഞ കാര്യങ്ങളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മറച്ചു വെക്കാതെ പച്ചയായി പറയുകയും ഓരോരുത്തർക്ക് പറയാനുള്ള അവസരങ്ങളെ നൽകുകയും ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ ഹുസൈനാർ അതിന് തയ്യാറായില്ല എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഹുസൈനാരോട് പ്രത്യേകമായ വൈരാഗ്യമോ അല്ലെങ്കിൽ വ്യക്തിവിരോധമോ ഇന്നും സൂക്ഷിക്കുന്നില്ല, നാളെയും സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഇനിയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, പല രീതിയിലും കേസും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകും. ഇനിയിപ്പോ ഈ പറഞ്ഞ ശുപാർശ തെറ്റാണ് എങ്കിൽ നീതിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. ഇപ്പോൾ അറിഞ്ഞ യാഥാർത്ഥ്യങ്ങളെ പച്ചയായി സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചു.
ഏതായാലും സർക്കാർ വൃത്തങ്ങൾ അതിനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ചു. നമ്മൾ പറഞ്ഞ ആ രീതിയിൽ തന്നെ ഇനിയും സത്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. എന്നാൽ മേൽപ്പറഞ്ഞ പരാതിക്കാരന്റെ ചില ഉദ്ദേശങ്ങളെക്കുറിച്ച് കൃത്യമായി എനിക്ക് വായിക്കാൻ, പച്ചയായി അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ ചില കാര്യങ്ങൾ വായിക്കാൻ, KT മാനു മുസ്ലിയാരെ കുറിച്ചൊക്കെ എഴുതപ്പെട്ട ചില കാര്യങ്ങൾ വായിക്കാൻ എനിക്ക് കഴിഞ്ഞതിന്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അളന്നു വെച്ചിട്ടുണ്ട്. അതും കൂടി പച്ചക്ക് പറയാൻ എനിക്ക് യാതൊരുവിധ മടിയുമില്ല എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തി. ആരും അങ്ങനെയൊന്നും ഒരാളെക്കുറിച്ചും എഴുതാൻ പാടില്ല. കാരണം മരണശേഷം 1 വർഷം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ബഹുമാനപ്പെട്ട ഒരു വലിയ പണ്ഡിതനെക്കുറിച്ച്, ആ സ്ഥാപനം ഉണ്ടാക്കിയ അതിന്റെ ഉയർച്ചയും വളർച്ചയും അദ്ദേഹത്തിലൂടെ ആയിട്ട് അദ്ദേഹം വഫാത്താകുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാനുള്ള ഒരു മനസ്സ് എങ്ങനെ വരുന്നു എന്നുള്ളത് കൂടി ഒരാശങ്ക പോലെ, ഒരു പ്രയാസം പോലെ മനസ്സിൽ തട്ടിയ, ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലിരുന്ന് രാത്രിയിലിരുന്ന് വായിച്ച കാര്യങ്ങളാണത്. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ചില താല്പര്യങ്ങൾ അത് നമുക്ക് തട്ടിക്കളയാനോ തള്ളിക്കളയാനോ സാധിക്കില്ല. ഏതായാലും സത്യം പുലരട്ടെ. ഇനിയും നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകട്ടെ. പക്ഷെ ഇന്നത്തെ അപ്ഡേറ്റ് അനുസരിച്ച് സർക്കാർ പറയുന്നത് അതിൽ വലിയ കഴമ്പില്ല. അങ്ങനെ അവർക്ക് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നു. അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സത്യത്തോടൊപ്പം നിൽക്കാൻ കഴിയട്ടെ എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.